കർണാടകക്കാരിയായിട്ടുള്ള ജയലളിത ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരുന്നു. കേരളീയനായിട്ടുള്ള പാലക്കാട്ടുകാരനായ MG രാമചന്ദ്രൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇവരെല്ലാം സിനിമയിലുള്ള ആൾക്കാരായിരുന്നു. സിനിമയുമായി ബന്ധമുള്ള തിരക്കഥാകൃത്തായിട്ടുള്ള കരുണാനിധി ഏറെക്കാലം അവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സിനിമയുടെ എല്ലാ ഗുണഗണങ്ങളും ഇൻഗ്രീഡിയൻസും ചേർന്നതാണ് തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിൽ സ്റ്റണ്ട് ഉണ്ട്, സെക്സ് ഉണ്ട്, ഗുസ്തിയുണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. തഞ്ചാവൂർ എന്ന് പറയുന്ന കൃഷിയുടെ സ്ഥലമാണ്. ആ കൃഷിയുടെ സ്ഥലത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത് വലിയ വരൾച്ചയാണ്. അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ നാക്കിനില്ലാത്ത ആളാണെന്ന് പണ്ടേ തെളിയിച്ച ആളാണ്. സനാതനധർമ്മം കുഷ്ഠരോഗം പോലെയാണ്, അതുപോലെ തന്നെ കോവിഡ് പോലെയാണ്, ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് സനാതനധർമ്മത്തിന് ഏറ്റവും അധികം പേരുകളുള്ള തമിഴ്നാട്ടിൽ പറഞ്ഞ ആളാ. അവിടെ തിരുപ്പര കുണ്ടത്ത് കൊടിത്തൂണുണ്ട്, അതിൽ വിളക്ക് കത്തിക്കാൻ പോലും സമ്മതിക്കാത്തത്ര വലിയ ഹിന്ദു വിരുദ്ധനാണ് അദ്ദേഹം. സനാതനധർമ്മത്തെ ഇങ്ങനെ അവഹേളിച്ചു. ഹിന്ദുക്കൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. മറ്റുള്ളവരെ പോലെ ഇതാണെന്ന് കൊലപാതകത്തിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ചോര ഒഴുക്കിലേക്കും ചോരപ്പുഴ ഒഴുക്കിലേക്കും ഒന്നും അത് നയിക്കാനല്ല പറഞ്ഞു. ശരി, പറഞ്ഞുകൊള്ളട്ടെ. നമ്മളെ അല്ലല്ലോ, സനാതനധർമ്മത്തെ അല്ലേ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് അവിടെ ഒരു വലിയ കലഹമൊന്നും ഇതൊക്കെ പറഞ്ഞാലും ഉണ്ടാവാത്തത്. വേറെ ഏതെങ്കിലും മതങ്ങളെ നിന്ദിച്ചിരുന്നുവെങ്കിൽ വിവരം കിട്ടിയേനെയും. അതുകൊണ്ടാണ് മറ്റു മതങ്ങളെ ഒന്നും നിന്ദിക്കാതെ എല്ലാ രാഷ്ട്രീയക്കാരും വളരെ സേഫ് ആയിട്ടുള്ള ലൈനിൽ കൂടെ എന്ത് കാണിച്ചാലും ഒന്നും പറയാതെയും പോകുന്നു എന്നും നമുക്കറിയാം. സാമാന്യ ബുദ്ധി, ദിസ് ഇസ് കോമൺ സെൻസ്, ദിസ് ഇസ് റീസൺ. അപ്പം അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോട്ടെ. നനഞ്ഞട വല്ലേ കുഴിക്കാൻ പറ്റൂ, ശരി. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ തഞ്ചാവൂരിൽ, വരൾച്ചയുടെ പ്രദേശമായിട്ടുള്ള തഞ്ചാവൂരിൽ ഒരു പ്രസംഗം നടത്തി. അത് കാവേരി വെള്ളത്തിനെ കുറിച്ചുള്ളതാണ്. എന്താ ഈ കാവേരി? കാവേരി എന്ന നദി കാവേരിയിൽ നിന്ന് തമിഴ്നാട്ടിലും ഒഴുകുന്നു, കർണാടകത്തിലും ഒഴുകുന്ന ഒരു നദിയാണ്. കർണാടകത്തിലെ, പ്രത്യേകിച്ചും ബംഗളൂരു സിറ്റി, ധാരാളം മലയാളികളുള്ള ബംഗളൂരു സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളത്തിൻ്റെ സോഴ്സ് ഈ കാവേരി വാട്ടറാണ്, കാവേരി വെള്ളമാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ കൃഷിയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സും പുണ്യനദിയായിട്ട് കൂടി കരുതപ്പെടുന്ന കാവേരി പൂമ്പട്ടണം എന്ന് പറഞ്ഞ് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നഗരം തന്നെയുണ്ട് തമിഴ്നാട്ടിലെ. അങ്ങനെയുള്ള വലിയൊരു ചരിത്രമൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതെന്തിലേക്കൊന്നും പോകാൻ സമയമില്ല നമുക്ക്. അങ്ങനെയുള്ള കാവേരി വെള്ളത്തിന് വേണ്ടിയിട്ട് കർണാടകവുമായിട്ട് എന്നും ഏറ്റുമുട്ടലിലായിരുന്നു തമിഴ്നാട്. വളരെ പ്രശ്നമാണ്. AB വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയൊക്കെ ഉണ്ടായെങ്കിലും വെള്ളം ഒഴുകുന്നത് പോലെ അതും അങ്ങ് ഒലിച്ചു പാലത്തിനടിയിലൂടെ പോയി. ഇപ്പോൾ വീണ്ടും സംഘർഷഭരിതമാണ്. വെള്ളമില്ലാതെ വരുമ്പോൾ തമിഴ്നാട്ടുകാർ പ്രക്ഷോഭം ഉണ്ടാക്കും. കൂടുതൽ കാവേരി വാട്ടർ അതിൻ്റെ റിസർവോയറിൽ നിന്ന്, അണക്കെട്ടിൽ നിന്ന് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട്. അത്തരം ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ കർഷകരെ അഭിസംബോധന ചെയ്തത്. കർഷകരെന്ത് ചെയ്തു? കർഷകർ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു വന്ന് തൃഷ എന്നിടയ്ക്ക് ആവേശഭരിതരായിട്ട് പറഞ്ഞു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല കർഷകരങ്ങനെ പറഞ്ഞത്. ഈ സിനിമാ നടന്മാരുടെ വലിയ ആരാധന ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു പൾസോ സെൻസോ ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഒരൊറ്റ തെറിവാക്കുമില്ല. വെള്ളം എവിടെ എത്തിയാലും ഇല്ലെങ്കിലും ഇവിടെ എത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെ കൂട്ടിയോജിപ്പിച്ച് വ്യാഖ്യാനിക്കുന്നവർക്ക് അതിൽ തെറി കണ്ടെത്താം. പക്ഷേ ഉദയനിധി സ്റ്റാലിൻ ഈ പ്രാവശ്യം പറഞ്ഞത് സനാതനധർമ്മത്തെ പോലെ കുഷ്ഠരോഗമെന്നോ മറ്റൊന്നും വിശേഷിപ്പിച്ചില്ല. വെള്ളം എവിടെ എത്തിയാലും ഇല്ലെങ്കിലും അവിടെ എത്തണം. എവിടെ? തഞ്ചാവൂരിലെത്തണം. ഇത്രേ പറഞ്ഞുള്ളൂ. ഇത് പറഞ്ഞപ്പോഴത്തേക്കും അന്ന് വൈകുന്നേരം തന്നെ അത് അശ്ലീലമാണോ, ആക്ഷേപിക്കലാണ്. ഈ പ്രശ്നം പറഞ്ഞ തൃഷ എന്ന് പറഞ്ഞത് ജനങ്ങൾ, വെള്ളമെന്ന് പറഞ്ഞത് ഇദ്ദേഹവും. എനിക്കറിയില്ല, അതെന്തായാലും അത് വലിയൊരു കോൺട്രോവേഴ്സി ആക്കി. സാധാരണഗതിയിൽ നേരിട്ടുള്ള ഒന്നും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും പിടിക്കാനാണെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തമിഴ്നാട്ടിൽ വിജയ് അദ്ദേഹത്തിൻ്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കുന്നത് മേരി വിൽസൺ എന്ന് പറയുന്ന ധനമന്ത്രിയാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് കാണാൻ പോകുന്ന പൂരം നമ്മൾ പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ സംഭവിച്ചതുപോലെ KM മാണിയുടെ ബഡ്ജറ്റ് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നടന്ന കലാപരിപാടികളുണ്ടല്ലോ. വീശുവൻകുട്ടിയൊക്കെ മേശപ്പുറത്ത് കയറുന്നു, സ്പീക്കറുടെ മൈക്കെടുത്ത് നശിപ്പിച്ച് കളയുന്നു. ഇമാതിരി കലാപരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. സ്റ്റണ്ടും സെക്സും എല്ലാം അതിനകത്തും ഉണ്ടായിരുന്നല്ലോ. അതുപോലെ വല്ല പരിപാടി നടക്കുമോ എന്നുള്ളതാണ്
മറ്റേത് വാക്ക് മാത്രമായത് ഇപ്പോൾ ആക്ഷൻ പാക്ഡ് ത്രില്ലറായിട്ട് ഈ അസംബ്ലി സമ്മേളനം മാറാം, അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ വരാം. നമുക്കറിയാമല്ലോ, ജയലളിത മുഖ്യമന്ത്രിയായപ്പോൾ കരുണാനിധിയെ അറസ്റ്റ് ചെയ്തു, മുരശലിമാരനെ അടിച്ചു, പോലീസുകാർ തന്നെ അടിച്ചു. രായ്ക്ക് രാമാനം വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് എന്തിനായിരുന്നു? അത് കുടിപ്പകയാണ്. ജയലളിതയെ അറസ്റ്റ് ചെയ്തിരുന്നു കരുണാനിധി നേരത്തെ. അതായത് പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് TV വാങ്ങിച്ചതിൽ വമ്പിച്ച ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് അറസ്റ്റ് ചെയ്യാനാണോ പ്രയാസം? അതുപോലൊരു അറസ്റ്റാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി പിന്നെ ദ്വയാർത്ഥ പ്രയോഗമായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം ഇല്ലാത്ത ഏത് തമിഴ് സിനിമയുള്ളത്? ഏത് കോമഡി ഷോ മലയാളത്തിലും ഇല്ലേ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ? ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെ ഇരുന്ന് ചിരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? അത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിർത്തുവാണ്. ഇവരെ ഇന്നെല്ലാം അറസ്റ്റ് ചെയ്യണം. ഇത്തരം കൊമേഡിയന്മാരെയും ഈ കോമഡിയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നവരെ എല്ലാം അറസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. അത് സ്ത്രീകളോട് ചെയ്യുന്ന നിന്ന തന്നെയാണ്. പലതും അങ്ങനെയുള്ളതാണ്. സ്ത്രീകളും കൂടി ഇരുന്ന് ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തെറ്റാണത്. തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് അത്. ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ സ്വയം മനസ്സാക്ഷിയോട് ചോദിച്ച് ആത്മപരിശോധന നടത്തി തിരുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണത്. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറാൻ എനിക്ക് പറ്റില്ലല്ലോ. ആ ഒരു മനഃശുദ്ധി ഇല്ലാതെയാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അല്ല വെറും വെള്ളത്തിൻ്റെ പ്രശ്നം മാത്രമാണ് പറഞ്ഞതെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല. അപ്പം എന്തായാലും ഒരു വിവാദമാണ് അവിടെ. അത് ഇപ്പം രായ്ക്ക് രാമാനം ഹൈക്കോടതി ആവശ്യപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി റിമാൻഡിൽ പാർപ്പിക്കാൻ ശ്രമിച്ച ഉദയനിധിയെ വൈകുന്നേരം വിട്ടു. എന്തൊരു ആഘോഷവും തകർക്കുമ്പോൾ DMK ഒരു റിവൈവലിസത്തിൻ്റെ പാതയിലേക്ക് വരുന്നു തോന്നിപ്പിക്കുന്ന ആവേശമാണ് അവിടെ ജനിച്ചിട്ടുള്ളത്. ഈ ആവേശം അസംബ്ലിയിലും ഉണ്ടാവും. കാരണം അന്ധമായിട്ടുള്ള ആരാധന നേതാക്കളോടുള്ള MLA-മാരാണ് കൂടുതലും. ഒരു കാര്യമായിട്ടുള്ള ഇത് പഠിച്ചു പറയാനുള്ളതൊന്നുമില്ല. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അത് തടസ്സപ്പെടുത്തുന്നത് പോലെ ഇവിടെ ഇത് തടസ്സപ്പെടുത്താനുള്ള സാധ്യത വളരെയാണ്. അതിൻ്റെ ദിനങ്ങളാണ് ഇനി തമിഴ്നാട്ടിൽ വരാൻ പോകുന്നത്. മധു കഴിഞ്ഞു വിജയിൻ്റെ. ഇപ്പം നടക്കാൻ പോകുന്നത് ഇനി കലഹങ്ങളാണ്, കുടുംബ കലഹങ്ങൾ എന്ന് തന്നെ പറയാം. എല്ലാം BJP-ക്കെതിരെയുള്ള പാർട്ടികളാണല്ലോ. കുടുംബമാണ് കാര്യത്തിൽ എല്ലാവരും. അവരെല്ലാം കൂടെ കൂട്ടത്തല്ല് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. ഞാനിത് നടക്കണമെന്ന് വിചാരിച്ച് പ്രവചിക്കുന്നതല്ല, പക്ഷേ അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ തമിഴ്നാട് അസംബ്ലിയിൽ ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണുന്നത്. ടെൻഷൻ ഈസ് ഹൈ. ഇതിൻ്റെ കൂടെ സ്ത്രീ ദബാവപ്പെട്ട ധനമന്ത്രിയാണ് അത് അവതരിപ്പിക്കുന്നത്. അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ രൂക്ഷമായിട്ടുള്ള കോലാഹലങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഈ സ്ത്രീ അവതരിപ്പിക്കുന്ന ബജറ്റ്, ബഹുമാനപ്പെട്ട സ്ത്രീ മന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം നിർദ്ദേശങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇത് വായിച്ചു തീരുന്നതിന് മുമ്പെയാണ് നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്നത്. അതും ഉണ്ടാവുമെന്ന് പറയുന്നു. എന്തായാലും ഇനി കുടിപ്പകയുടെ ആ വൈരത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും പോവുകയാണ് തമിഴ് രാഷ്ട്രീയം. ഇടക്കാലത്ത് ഈ ഒരു ഇടവേള ഉണ്ടായത് സ്റ്റാലിൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് മാത്രമാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ BJP-യുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അണ്ണാമലയുമായിട്ടായിരുന്നു ഏറ്റുമുട്ടൽ. അത് അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം മാത്രമായിരുന്നു. ഇതിനകത്ത് സിനിമയും കുടിപ്പകയും അങ്ങനെയുള്ള കാര്യം, വ്യക്തിപരമായ വിദ്വേഷങ്ങളും ഒന്നും വരുന്നിട്ടില്ല. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ഉദയനിധി സിനിമ ഫീൽഡിലുള്ള ആളാണ്. വിജയ് സൂപ്പർ സ്റ്റാറാണ് സിനിമയുടെ. അത്തരത്തിലൊരു കുടിപ്പകയും കൂടി കലർന്ന് നമ്മുടെ ജനങ്ങളുടെ ജനജീവിതം അവിടെ കലാപകലുഷിതമായിട്ട്, കോലാഹലമായിട്ട്, കൂളിളക്കങ്ങളായിട്ട് സ്തംഭിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തമിഴ് രാഷ്ട്രീയത്തിന് അത്ര ഗുണകരമാകുന്ന കാര്യമാണ് എന്ന് കരുതാനും വയ്യ.